വിഷുവിൻ്റെ സമയത്ത് എനിക്ക് കിട്ടിയ 8ൻ്റെ പണിയാണ് കേട്ടോ. ചാച്ചൻ്റെ ഷർട്ടിന് മാച്ചായിട്ടുള്ള ഡ്രസ്സ് എനിക്കുണ്ടോ എന്ന് ഞാനൊന്ന് തപ്പിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എൻ്റെ വാർഡ്രോബ് കാണുന്നത് ഈ കോലത്തിലാണ് കേട്ടോ. എൻ്റെ ഉള്ളിൽ എനിക്കറിയാം അങ്ങനെ ഒരു കളറുള്ള ഡ്രസ്സ് എനിക്കില്ല എന്നുള്ളത്. എന്നാലും എന്നെ ഒന്നും കൂടി വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് അരിച്ചു പെറുക്കി. ക്ഷമ എന്ന സാധനം ഇടയ്ക്ക് എനിക്ക് നഷ്ടപ്പെടും. ആ നഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് 1 മാസത്തിൽ മേലെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും വീണ്ടും റീസെറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നേക്കാം. മടക്കി വെച്ച സാധനങ്ങൾ അലങ്കോലമായി കിടക്കുമ്പോൾ അത് നമുക്ക് തന്നെ ഒരു നെഗറ്റിവിറ്റി തോന്നും. എന്നാൽ പിന്നെ ഒട്ടും സമയം കളയണ്ട, മടക്കി വെച്ചേക്കാന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോഴുണ്ട് എൻ്റെ 2 ചിടുങ്ങുകളും വന്ന് ഉള്ള ഡ്രസ്സ് മുഴുവൻ വാരി വലിച്ചിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരിങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എനിക്കും ഒരു നേരം പോക്ക് തന്നെയായിരുന്നു കേട്ടോ. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാവശ്യമില്ലാണ്ട് ഈ സാരികളൊക്കെ ഞാൻ മടക്കി കൊടുത്തുനിന്ന് വീണ്ടും പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവണില്ല. ഇനി അതൊക്കെ വീണ്ടും മടക്കി അങ്ങ് വെക്കണം. വലിച്ചു വാരി ഇടുന്ന അത്ര എളുപ്പമല്ല മടക്കി വെക്കാൻ എന്നുള്ളത് ഞാൻ പലപ്പോഴും പഠിച്ചൊരു കാര്യമാണ്. എന്നാലും വലിയ കാര്യമില്ല, പിന്നെയും അതന്നെ ചെയ്യും. ഒറ്റ ഇരിപ്പിന് അങ്ങ് മടക്കി തീർക്കാമെന്ന് വിചാരിച്ച് ടൈമിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇരുന്നത് കേട്ടോ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഡോണിന് ഉറക്കം വന്ന് അങ്ങനെ ഡോണുവിനെ ഉറക്കി അവൻ്റെ കൂടെ ബെഡിൽ കിടന്ന് ആ ബെഡിൽ നിന്ന് ഞാനൊന്ന് എണീറ്റ് വരാൻ തന്നെ നല്ല ടൈം എടുത്തു കേട്ടോ. അങ്ങനെ എല്ലാം മടക്കി വെച്ച ആ വാർഡ്രോബ് അങ്ങ് തുറന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആശ്വാസം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യ. ഇനിയിപ്പോൾ ഇത് എത്ര നാളുണ്ടാവോ ആവോ. എന്തായാലും ഓണം വരെ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അടുത്ത വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.